പോറ്റിയെ കേറ്റിയ പാരഡി ഗാനത്തിന്റെ പേരിൽ കേസെടുത്താൽ നിയമപരമായി നേരിടുമെന്നാണ് ഗായകൻ ഡാനിഷ് മുഹമ്മദ് വ്യക്തമാക്കിയിരിക്കുന്നത്. വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന ഒന്നും തന്നെ തന്റെ പാട്ടിലില്ലാത്തതുകൊണ്ടാണ് പാട്ട് പാടിയത്. പാട്ട് കാരണം പ്രതിസ്ഥാനത്തായവർക്ക് മാത്രമാണ് വ്രണപ്പെട്ടതെന്നും ഡാനിഷ്. നോർമൽ ഒരു വർക്ക് പോലെ ചെയ്തതാണ്. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി 100-ലധികം പാട്ടുകൾ എല്ലാ ഇലക്ഷനും ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇതിൻ്റെ ലൈൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഇതിനെ ഏൽപ്പിക്കില്ല. മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന അങ്ങനെ എന്തെങ്കിലും അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ ഇതിനെ ഏൽപ്പിക്കില്ല. പിന്നെ എല്ലാവരും ഒപ്പമുണ്ട്, നമുക്ക് ആ ധൈര്യമുണ്ട്. വേറെ ഇനിയിപ്പോൾ നിയമപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകും നോക്കിയിട്ട്. ശാന്തകുമാർ വെള്ളാരത്ത് മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. ശാന്തകുമാർ, എന്താണെങ്കിലും ഇക്കാര്യത്തിൽ പല രീതിയിൽ പല മാനങ്ങൾ വരികയാണ് ഈ പാട്ടുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഡാനിഷിന്റെ തീരുമാനം എങ്ങനെയാണ്? അതിൽ ആർജവത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോകും, നിയമപരമായി നേരിടും എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുന്നു അല്ലേ? പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട് ഏറെ പരാതികളും അതുപോലെ തന്നെ ഏറെ വിമർശനങ്ങളും എല്ലാം ഉയർന്നു കഴിഞ്ഞു. പരാതികൾ DGPക്ക് വരെ പരാതി ലഭിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഗായകൻ കൂടിയ ഡാനിഷ് മുഹമ്മദ് തന്നെ പ്രതികരണമായി വന്നത്. നിയമപരമായി നേരിടും. അത് താൻ അങ്ങനെ ഒരു ഏതെങ്കിലും മതവിഭാഗത്തെ വ്രണപ്പെടുത്തുന്ന വിധത്തിലല്ല ആ പാട്ട് പാടിയിട്ടുള്ളത്. അത് ആ പാട്ട് തയ്യാറാക്കിയതും പാട്ടിന്റെ രചന നിർവഹിച്ചിട്ടുള്ളതും ആ രീതിയിലുള്ളതല്ല. ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് നിരവധി പാരഡി ഗാനങ്ങൾ സാധാരണയായി പാടാറുണ്ട്. അത്തരത്തിൽ വന്ന ഒരു പാട്ട് മാത്രമാണ് അത്. ഏതെങ്കിലും വിഭാഗത്തെ വ്രണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തനിക്ക് ഇതുവരെയും ബോധ്യപ്പെട്ടിട്ടില്ല എന്നുകൂടി ഡാനിഷ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് വ്രണപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ പ്രതിസ്ഥാനത്തായവർ മാത്രമാണ്. അവർക്ക് മാത്രമേ ഇതിൽ വ്രണപ്പെട്ടിട്ടുള്ളൂ. അതായത് ഇതിന് പരാതി നൽകുന്നവർക്കും ഇത് ഈ പാട്ട് ആർക്കെതിരാണോ അവർക്ക് മാത്രമാണ് ഇത് വ്രണപ്പെട്ടിട്ടുള്ളത് എന്നുകൂടി ഡാനിഷ് വ്യക്തമാക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റേ നിയമപരമായ എന്തെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായും അത് നിയമപരമായി നേരിടാൻ തന്നെയാണ് തയ്യാറായിട്ടുള്ളതെന്നും ഡാനിഷ് പറയുന്നുണ്ട്. ശരി ശാന്തകുമാർ.